വോയിസ് ഓവർ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുമാതിരി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചാനലിൻ്റെ പിന്നിലുള്ള 3 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരാൾ ക്യാമറയ്ക്ക് പിന്നിലുണ്ട്, കാണുന്നില്ല എന്ന് മാത്രം. ഇതാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയുടേതായിട്ടുള്ള എല്ലാവിധ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ സദയം ക്ഷമിക്കുക. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹോട്ട് സബ്ജക്റ്റായിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്നത് എമ്പുരാനാണ്. ഉറപ്പായിട്ടും അത് സിനിമാ പ്രേമികളെല്ലാവരും കാത്തിരിക്കുന്ന അംബീഷ്യസ് ആയിട്ടുള്ള മലയാളത്തിൻ്റെ മാമത്ത് പ്രൊജക്റ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന വിവരങ്ങൾ ഉൾപ്പെടെ പ്രൊജക്റ്റിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എമ്പുരാനെ പറ്റി പറയുമ്പോൾ ലൂസിഫറിനെ പറ്റി പറയണം. ലൂസിഫർ ഒറിജിൻ, അതാണ് ഞങ്ങൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൂസിഫർ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് എല്ലാവരും മൈൻഡിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കരമായിട്ട് നിന്നിരുന്ന സാധനം പുലിമുരുകനായിരുന്നു. പുലിമുരുകനെ പറ്റിയിട്ടുള്ള വാർത്തകളും പുലിമുരുകനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും പക്ഷെ അതിൻ്റെ തീമിനെ പറ്റിയിട്ട് ആർക്കും കൃത്യമായിട്ടുള്ള വ്യക്തത ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നതാണ് കഥ, ഇന്നതാണ് ഇതൊന്നുമില്ല. മോഹൻലാലും കുറേ പുലികളുടെയും ചിത്രം പല ഇതായിട്ട് പല മാസികകളിൽ വെള്ളി നക്ഷത്രത്തിലൊക്കെ പീറ്റർ ഹെയിൻ്റെ ചിത്രമൊക്കെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇവർ തായ്ലൻഡ് വെച്ച് ഷൂട്ട് ചെയ്തു, കണ്ണൂർ വെച്ച് ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ഡേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പുലിമുരുകൻ്റെ കാര്യം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ പുലിമുരുകൻ്റെ റിലീസിൻ്റെ ഒരു 21 ദിവസം മുമ്പ് ലൂസിഫർ പ്രൊജക്റ്റിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത്. മോഹൻലാലിൻ്റെ ഒരു സ്റ്റില്ല്, ഒരു ഷെയ്ഡ് വെച്ചിട്ട് കയ്യിലൊരു ബ്രേസ്ലെറ്റ്, പിന്നെ കഴുത്തിലൊരു ചെയിനൊക്കെ ഇട്ടിട്ട് ഒരു സ്മോക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ഡോണിൻ്റെ മാതിരത്തെ ഒരു ഇത്, ആ സ്റ്റില്ലെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡെബ്യൂ ആയിട്ടുള്ള ഒരു സിനിമ വരുന്നു. ഭരത് ഗോപിയുടെ മകനായിട്ടുള്ള മുരളി ഗോപി എഴുതുന്നു. ആശീർവാദിൻ്റെ ബാനറിലൂടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നു എന്നുള്ളതായിരുന്നു മാത്രമായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്. ആ സമയത്ത് എത്ര ആൾക്കാർ ഇതിനെപ്പറ്റി എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യമൊന്നുമല്ല. കാരണം എല്ലാവരും ഫോക്കസ് അപ്പോൾ പുലിമുരുകനായിരുന്നു. കാരണം പുലിമുരുകൻ റിലീസ് ചെയ്യാൻ ഒരു 3 ആഴ്ച വരെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലൂസിഫറിന്റെ ടൈറ്റിലിന് ഒരു പ്രത്യേകത ഉണ്ട്. രാജേഷ് പിള്ള, ലാലേട്ടൻ, മുരളി ഗോപി ഇവർ 3 പേരും ടീമായിട്ട് ചെയ്യാനിരുന്ന ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ടൈറ്റിലായിരുന്നു ലൂസിഫർ. ആ സിനിമ പിന്നീട് ഡ്രോപ്പ് ആവുകയും ടിയാന്റെ സ്പോട്ടിൽ വെച്ചിട്ടാണ് മുരളി ഗോപി പൃഥ്വിരാജിനോട് ഈ ടൈറ്റില് സജസ്റ്റ് ചെയ്തത്. പിന്നെ 2017 സമയത്ത് വില്ലന്റെ ഷൂട്ടില് നടക്കുന്ന സമയത്ത് ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, ടീം ലൂസിഫർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ലാലേട്ടൻ, മുരളി ഗോപി, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂര് ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ അത് ഇറങ്ങിയ കണ്ട സമയത്താണ് എല്ലാവർക്കും പ്രോജക്റ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് കാര്യം മനസ്സിലായത്. ലൂസിഫറിന്റെ കാര്യം പറയുമ്പോഴാണ് ലൂസിഫറിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞ സംഗതി. ലൂസിഫർ ഫസ്റ്റ് തന്നെ കണ്ട ആൾക്കാരാണ്. അത്ര വെയിറ്റിംഗ് ആയിട്ട് പ്രോജക്റ്റ് ആയിരുന്നു. ലൂസിഫർ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലേ, ഞാനും ഫസ്റ്റ് ആണ് സിനിമ കാണുന്നത്. അത്രയും ദിവസം ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് പിന്നെ ട്രെയിലർ വന്നു. ഭയങ്കര എക്സൈറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ പോയ സമയത്ത് ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ടാണ് ആ സിനിമ കാണാതിരുന്നത്. അത് അന്നത്തെ റിപ്പോർട്ട് വന്ന മുതൽ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു. അത് തിയേറ്ററിക്കലി ഒരു കൊമേഴ്ഷ്യൽ ഫിലിം കാണുന്ന എല്ലാ ഓഡിയൻസിന് അത്രയും രസമായിട്ടാണ് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ എലമെന്റ്സ് അതിലെല്ലാം ഉണ്ടായിരുന്നു. മോഹൻലാലിനെ കാണിക്കുന്നതിലല്ലാണ്ട് കമേഴ്ഷ്യൽ ആയിട്ടുള്ള മുണ്ടുമടക്കൽ, മീശ വിരിക്കൽ, അടി, ഫൈറ്റ് അങ്ങനെയല്ല. കമേഴ്ഷ്യൽ എലമെന്റ്സ്, ഡയലോഗ്സ് ഒക്കെ പക്ക. ലാലേട്ട സ്ക്രീനിൽ വന്നതാണ്. ലാലേട്ട സ്ക്രീനിൽ ഇല്ലാത്ത സീൻസ് ഉണ്ടായിരുന്നു. ടോവിനോ തോമസ്, ഞാൻ എന്റെ ചേട്ടൻ പറഞ്ഞിട്ടാ വന്നത് പറയണത്. പിന്നെ നമ്മള് ഷാജോൺ, സ്റ്റീഫൻ, നമ്മൾ ഉദ്ദേശിച്ച ബൈജു പറയണത് ഒരു മര്യാദ ആ സാധനം ഉണ്ടല്ലോ. ഫസ്റ്റ് ബൈജു പറയുന്ന സംഗതി ഇതാണ്. ഇതിലും സംഗതി ഞാൻ ഇതേപോലെ തിയേറ്ററിൽ പോയേക്കുമ്പോ ഇൻട്രോ വളരെ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇൻട്രോഡക്ഷൻ ആണെങ്കിൽ പോലും, കാരണം നമ്മൾ അതിനു മുമ്പ് കണ്ട പുലിമുരുകനൊക്കെ നോക്കുമ്പോ ഹെവി ഇൻട്രോ ആണ്. പക്ഷെ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ നോർമലായിട്ട്. ഇപ്പൊ നമ്മളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 2020 സിനിമയിൽ ലാലേട്ടനെ കാണിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു, വളരെ നോർമലായിട്ട്. അങ്ങനെ കഴിഞ്ഞ് പടം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഫസ്റ്റ്
സോങ് ഫൈറ്റ് സീന് വന്നപ്പോ കടകളെ പോലെ പിന്നെ അവിടുന്ന് പറയണ്ട, അവിടുന്ന് പടം അങ്ങോട്ട് കേറിയിരുന്നില്ല. അവിടെ നിന്നാണ് പടത്തിന്റെ ആ കമേഴ്ഷ്യൽ എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ എന്താ പറയാ എന്റെ പിള്ളേർ തൊടുന്നവിടെ അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ 20ാം നൂറ്റാണ്ടിൽ ബിസിനസ് അങ്ങനെ ഒരുപാട് സായികുമാറിനോട് പറയണത് കൊറേ തിയേറ്റർ ക്ലൈമാക്സ് സീന്. പിന്നെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെ കാണിച്ച ഗംഭീരായിരുന്നു. അതില് പ്രത്യേകം പറയേണ്ട ജോൺ വിജയനെ അടിച്ചിട്ട് തമ്പി മയിൽവാഹൻ അതിനുശേഷം മറ്റേ NPTയുടെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ വന്നിട്ട് മെസ്സേജ്. പിന്നെ കർഷകനെല്ലാം വേണം ആ ഡയലോഗ്. കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു സിനിമയിൽ. ക്ലൈമാക്സിനോട് അടുക്കും തോറും പിന്നെ സിനിമ കമേഴ്ഷ്യൽ ഫിലിമിന്റെ പീക്കാണ്. അതില് പൃഥ്വിരാജിന്റെ പോസ്റ്റർ ഇതേമാതിരി കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. സിനിമ പോസ്റ്റേഴ്സ് ഇപ്പൊ വീഡിയോ ഒക്കെ വന്നിട്ട് വിട്ട പോസ്റ്റേഴ്സ് മാതിരി ആയിരുന്നില്ല, വെറും ക്യാരക്ടർ പോസ്റ്റർ മാത്രമേ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ സൈസ് പറഞ്ഞിട്ടൊരു സാധനം വന്നു. പിന്നെ അത് റിലീസിന് ശേഷം വന്ന് തോന്നുന്നു. പക്ഷെ അത് സർപ്രൈസ് നമുക്കറിയില്ലായിരുന്നു. ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ട്, പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാം. പക്ഷെ വില്ലൻ മുതൽ എല്ലാ ആൾക്കാരുടെ കാര്യം അതിൽ വില്ലന്റെ വോയിസ് പ്രത്യേകം പറഞ്ഞു. ഒരുപാട് ഡബ് ചെയ്തിട്ടുണ്ട്, മണിക്കുട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ വില്ലന്റെ വോയിസിന്റെ കാരണം പ്രത്യേകം എടുത്തു പറയാം. വിവേക് ഒബ്രോയ് സംസാരിക്കുമ്പോ ആ സംസാരത്തിന്റെ കാസ്റ്റിംഗ് സമയത്ത് വിവേക് ഒബ്രോയ് വില്ലൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടു തുടങ്ങി ഇപ്പൊ ഞാൻ റീസെന്റ് പടം കണ്ടപ്പോ പോലും നമുക്ക് വേറെ ആളെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ക്യാരക്ടർ നമ്മുടെ മറ്റേ പണ്ടത്തെ വളരെ സുന്ദരനായിട്ടുള്ള വില്ലൻ വില്ലത്തരം കയ്യിലായി ഭയങ്കര ഭയങ്കര. പക്ഷെ ആ സമയത്ത് വിനീതിന്റെ ഡബിങ് പെർഫെക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് പറഞ്ഞത് നമ്മളെ ലൂസിഫർ സിനിമയെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന്റെ നമ്മളെ എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടായിരുന്നു. എല്ലാവരും നമ്മൾ 3 പേര് മാത്രമല്ല, കേരളം ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത പടമായിരുന്നു. സെലിബ്രേറ്റ് ചെയ്ത സിനിമയായിരുന്നു, ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത സിനിമയായിരുന്നു, ഭയങ്കര ആഘോഷിക്കപ്പെട്ട സിനിമയായിരുന്നു. 2019 മാർച്ചിലാണ് സിനിമ റിലീസ് ചെയ്തത്. ഇനി നമുക്ക് അതിനെപ്പറ്റി മാർച്ച് 27 ഒരു ദിവസം ഡിഫറൻസ് ഉള്ളു. അപ്പോ നമുക്ക് ഇനി പറയാനുള്ളത് എംബ്രാനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ലൂസിഫർ ഫ്രാഞ്ചൈസറെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി പറയുമ്പോ 2019 ജൂലൈയിലായിട്ടാണ് സിനിമ അനൗൺസ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ കണ്ടപ്പോ കഴിഞ്ഞു അവിടെ എന്തായാലും ഇവിടെ ഭീകരനാണെന്ന് കാണിച്ചു. ഇയാൾക്ക് ഒരുപാട് ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഇനി അടുത്ത പാർട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ലൂസിഫർ L2 എംപുര എന്നുള്ള പ്രോജക്ട് അനൗൺസ്മെന്റ് നടത്തുന്നത്. ടൈറ്റിലിനെ അവർ ക്യാച്ച് ചെയ്യുന്നത്. നമ്മളൊക്കെ ലൂസിഫർ 2 എക്സ്പെക്ട് ചെയ്ത് എംപുര പറയുമ്പോൾ ഓൾറെഡി സോങ്ങിൽ റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ അനൗൺസ്മെന്റ് നടത്തി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. കോവിഡ് കാരണം എല്ലാ സിനിമയും നിന്നുപോയി. ഫുൾ സിനിമ അല്ല, ഫുൾ ലോകം തന്നെ നിന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് മുരളി കുറച്ച് സമയം കിട്ടി ഈ സിനിമ കുറച്ചും കൂടി നന്നായിട്ട് എഴുതാനും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും. എന്റെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ 2022 മുരളി ഗോപി സ്ക്രിപ്റ്റ് കൈമാറുന്നത്. പ്രീ പ്രൊഡക്ഷന് മുമ്പ് സ്ക്രിപ്റ്റ് കൈമാറുന്നത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആടുജീവിതത്തിന്റെ മേക്കപ്പ്. പൃഥ്വിരാജ് ഇങ്ങനെ കണ്ണ് തള്ളിയിട്ട് നിൽക്കണ മാതിരി എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ പറഞ്ഞ സാധനം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ആണ് കണ്ണിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ 2 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ മുരളി ഗോപിക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, ഈ ഒരു വേൾഡ് തന്നെ കുറച്ചും കൂടി നന്നായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ പറഞ്ഞത് ഈ സിനിമക്ക് അവസാനം കൃത്യമായിട്ട് തേർഡ് പാർട്ടിനുള്ള ലീഡും കൂടി കൊടുത്തിട്ടാണ് ഇനി വരാനുള്ള സിനിമക്കും കൂടിയുള്ള ഒരു ലീഡ് കൊടുത്തിട്ടാണ് നിർത്തുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 2023 ഈ സിനിമയിലേക്ക് ലൈക്ക
പ്രൊഡക്ഷൻസ് ജോയിൻ ചെയ്യുന്നത്. അത് കാരണം പ്രോജക്ടിന്റെ സ്കെയിൽ കുറച്ചും കൂടി കൂടി. ഇപ്പൊ തന്നെ നമുക്കറിയില്ല, വലിയൊരു ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് അത്, മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അപ്പൊ ലൈക്ക വന്നോടുകൂടി പടം കുറച്ചും കൂടി വലുതായി, സാധ്യതകളൊക്കെ കൂടി. അതുപോലെ ലൂസിഫറിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എംപുരാൻ മൂവിക്ക് ലൊക്കേഷൻസ് എംപുരാൻ 8-9 രാജ്യത്ത് ഷൂട്ട് ചെയ്യുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞു പ്രധാനമായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫരീദാബാദിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് ദുബായിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ഗുജറാത്തില് നമ്മുടെ സയ്യിദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറി ചിലപ്പോ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് ഈ ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇട്ടതിൽ കുറെ എണ്ണത്തിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പം തലയിലത്തെ വില്ലൻ പുള്ളിക്കാരനും പുള്ളിക്കാരനും ആ ഒരു ഗുജറാത്ത് പോർഷനിലാണ് മെജോറിറ്റി മൂവിയിൽ തന്നെ. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് സിനിമയുടെ ഫസ്റ്റ് 30% ഹിന്ദിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തോന്നുന്നു ആ ഗുജറാത്ത് പോർഷൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോ ഈ ഇതിന്റെ കാര്യം പറയുമ്പോൾ ലൂസിഫർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ എഴുത്ത് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സിനിമയുടെ സക്സസ് എങ്ങനെ ഉണ്ടാവും, ആദ്യ സിനിമയുടെ സക്സസ് അനുസരിച്ചാണ് പിന്നെ മുന്നോട്ടുള്ള മുഴുവൻ സംഗതികളും പിന്നെ അനൗൺസ്മെന്റ് പ്രോജക്ട് ഇതിന് 2ാം ഭാഗം വരുമോ 3ാം ഭാഗം വരുള്ളൂ എന്നുള്ളതിന്റെ ഒക്കെ സാധ്യത ഇത് എത്ര സക്സസ് ആവും നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഈ ഫ്രാഞ്ചൈസിൽ മൊത്തത്തിൽ ഒരു സിനിമ മാത്രം ബാക്കി വെബ് സീരീസും ആയിട്ട് ഇറക്കാൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സക്സസ് ആണ് സിനിമ കറക്റ്റ് 3 പാർട്ടുള്ള ഇതായിട്ട് തന്നെ കൊണ്ടുവരാന്നുള്ള അവരത് 3 സീസൺ ആയിട്ട് ഇറക്കാൻ 12 എപ്പിസോഡുള്ള അങ്ങനെ ലൂസിഫറിന്റെ സക്സസോട് കൂടിയിട്ടാണ് ഇത്ര മുടക്കി ഇത്ര ഇതാക്കിയിട്ട് ഇത്ര സ്കെയിലിൽ ഒരു സിനിമ എടുക്കാം എന്നുള്ളൊരു സംഗതി. അപ്പോ എംപുരാൻ റിലീസ് ആവാൻ പോവാണ്. നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷനെ പറ്റിയിട്ട് പറയാം. 12 ദിവസം. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ട്രെയിലർ വന്നിട്ടില്ല. ഇന്ന് വരും എന്ന് പറഞ്ഞ ദിവസമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 15/3/2025 ഇന്ന് ട്രെയിലർ വരുന്ന അപ്പൊ അതിന്റെ ഇടയില് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ചെറിയ ടീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതും വളരെ വളരെ പോർഷൻസ്, അത് ഡീറ്റെയിൽസ് ഒന്നും കുറഞ്ഞില്ല. നമുക്ക് കാണാൻ മാത്രം, അതായത് വലിയൊരു സ്കെയിലുള്ള സിനിമ വരുന്നുള്ള ഐഡിയ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോ എന്റെ എക്സ്പെക്ടേഷൻ തന്നെ വലിയൊരു സിനിമ. അപ്പൊ സാധാരണ നമ്മൾ ഫാൻസിനോട് പോയിട്ട് എക്സ്പെക്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബോക്സ് ഓഫീസ് നമ്പേഴ്സേ പറയുള്ളൂ. നമ്മളേക്ക് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കളക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ വലിയൊരു സിനിമ കാണാനാ പോകുന്നത്. അതെ അതെ, ഞാൻ സത്യം പറഞ്ഞാല് എന്റെ ഒരു ഊഹട്ടോ, ഇത് ആ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ആയില്ല. ഒരു മിക്കവാറും സയ്യിദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറി ആവാനുള്ള സാധ്യത എന്റെ മനസ്സിൽ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ 3rd പാർട്ടും കൂടി ഉണ്ടല്ലോ. സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇയാളോട് ഭയങ്കര കടപ്പാട് പോലെ. അതെ അതെ, അയാൾ കൊല്ലാൻ പറഞ്ഞ വിളിക്കുന്നില്ല. അയാൾക്ക് ഇയാളോട് അത്രയും ബഹുമാനം. അതായത് അതെ അതെ, ടൊവിനോ എങ്ങനെയാണോ അതുപോലെയാണ് ഇയാൾക്ക്. അതെ അതെ, പൃഥ്വിരാജ്. ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പോസ്റ്റ് അയാളുടെ അച്ഛൻ, അമ്മ, അനിയൻ. അതെ അതെ അതെ. അപ്പൊ പിന്നെ ഗുജറാത്തിലാണെങ്കിൽ മെയിൻ ഷൂട്ടിംഗ് അയാളുടെ ചൈൽഡ് പോർഷൻ കൂടി ഉണ്ടല്ലോ. അതെ, ഒരു ഫയർ ഒക്കെ കത്തി. അതെ അതെ അതെ, കാണിക്കുന്നതൊക്കെ ഏകദേശം അത് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അത് മിക്കവാറും ഇയാളുടെ ചെറുപ്പത്തിലുള്ള. അതെ അതെ അതെ. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവേക് ഒബ്രോയ് ഫസ്റ്റ് പാർട്ടില് മറ്റേ ദുബായിലെ ഷാക്കുകളിൽ ആക്രി സ്വർണ്ണം സമയത്ത് തന്റെ ചരിത്രം എനിക്കറിയാം. പക്ഷേ ഈ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ കുറച്ചും കൂടി വലുതായിട്ടാണ്. പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ യുദ്ധത്തിന് ശേഷം, യുദ്ധം നടന്ന് ഇതായതിനു ശേഷം സാധനം എടുക്കുന്നതിന്റെ ഒരാൾ എടുത്ത് നടക്കുക പറയുമ്പോ അയാള് ചില്ലറക്കാരല്ല. മറ്റാള് പറഞ്ഞ മാതിരി ചെറിയ പുള്ളിയാണ്. അപ്പൊ അയാളെ അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഷോർട്സിൽ നമ്മൾ ടീച്ചറിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച സാധനം മോഹൻലാൽ മുണ്ടെടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. വൈറ്റ് ഷോട്ട്, ആ മരം കൊണ്ടിരിക്കണം. അത് ഒരു ട്രീറ്റ് ആവും. അത് ഫാൻസിനാണ്. അത് നമ്മുടെ DOPയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സീനാന്നാ പറഞ്ഞത്.
വാസുദേവന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രത്യേകമായിട്ടൊരു കാര്യം. മുമ്പൊരു ഇന്റർവ്യൂ നോക്കിയതിന്റെ ആ, കാര്യം, അതെ 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 ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ പൃഥ്വിരാജ് ഇത്ര നേരം ഒരു സീക്രസ് അതെ 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 ക്യാരക്ടർ പോസ്റ്ററിന്റെ ഇത് കാണിക്കുന്ന സമയത്ത് 4ാമത് വരുന്ന ക്യാരക്ടർ പോസ്റ്റർ ആരായിരിക്കും, അതെ. അതായത് സിനിമയിൽ അങ്ങോട്ട് തിരുമിക്കുന്ന ഒരു വില്ലൻ, അതെ അതെ. പുറകിൽ പുറകിൽ ഡ്രാഗന്റെ ഒരാളെ പിന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ലൂസിഫർ സിനിമയില് ജേക്കബ് ഒബ്രോയുടെ മറ്റേ സിഗറിന്റെ ലൈറ്റർ ഇല്ലേ, അതിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഇപ്പൊ ഈ തിരിഞ്ഞു നിൽക്കുന്ന ആൾ ആരായിരിക്കും എന്നുള്ള സംഗതി അത് ക്യാരക്ടർ പോസ്റ്ററിൽ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുമില്ല. അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ 4ാമത് അഭിമന്യു സിംഗിന്റെ വിടും ചെയ്തു. റിവീൽ ചെയ്ത് തന്നെ നമ്മൾ എന്തെന്ന് വെച്ച് മിസ്ലീഡ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണ്. നമ്മളിത് മുമ്പ് കുറച്ച് കണ്ടിട്ടുണ്ട്. അതെ. സ്പൈഡർമാൻ അതെ, അതെ. ഇറങ്ങിയ സമയത്ത് സ്പൈഡർമാൻ 4 ഇറങ്ങുന്നുണ്ടോ എന്നുള്ള മാതിരി മറ്റ് സ്പൈഡർമാൻ അഭിനയിച്ച അതെ, അതെ. ആൻഡ്രൂ ഗാർഫീൽഡ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് സിനിമ വന്നപ്പോൾ അതെ അല്ല, എന്റെ അഭിപ്രായത്തിൽ ഇത് സീക്രട്ട് ആയിട്ട് അതെ അതെ അതെ. അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിക്രം സിനിമയിൽ സൂര്യ വരാൻ നമുക്ക് അറിയായിരുന്നു, പക്ഷെ അത് അറിയാതെ കണ്ടിരുന്നെങ്കിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ പിന്നെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോ ഈ സിനിമയിൽ ഇപ്പൊ വില്ലനായിട്ടുള്ള ക്യാരക്ടർ അത് ഫാസിലാവുമോ അല്ലെങ്കിൽ ബേസിലിന്റെ പേരൊക്കെ കേട്ടിരുന്നു. അത് ആ രൂപം അതെ അതെ സൂക്ഷ്മദർശനത്തിൽ ലുക്ക് ആയിരുന്നല്ലോ. ബ്രേക്കിംഗ് ബാഡിലെ വില്ലൻ, അതെ അതെ. അയാളുടെ പേര് പറഞ്ഞപ്പോ നമ്മളെ നമ്മുടെ കൊറിയൻ ലാലേട്ടൻ ഡോങ്ലിയുടെ ആവാൻ ചാൻസ് കുറവാണ്. ഞാൻ കാണുന്നത് ഫിസിക്ക് വെച്ച് നോക്കുമ്പോൾ. അതെ 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 അതെ. അത് ഈ പറഞ്ഞ കറക്റ്റാ. ഇത് ഡോണിയന്റെ ഒരു ചായ ഉണ്ട്. ഡോണിയനാണോ നോക്കില്ല. പിന്നെ റിക്യൂ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞു. ഈ റിക്യൂന്ന് പരിചയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ 97 ഇറങ്ങിയ ഡൈ അനബർഡേ ജെയിംസ് ബോണ്ട് സിനിമ മൊത്തടിച്ചിട്ട് മുഖത്തിങ്ങനെ ഡയമണ്ട് സ്കാച്ച് ചെയ്ത തരത്തിലൊരു റേസിംഗ് നടക്കുന്നതിന്റെ ഇയാളാണ് ജെയിംസ് ബോണ്ട് വില്ലന. അതില് ആ ഇതിൽ മാത്രം ആ ആളാണ് അയാള്. പിന്നെ നിഞ്ച അസാസിൻ സിനിമയിലൊക്കെ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിൽ മുപ്പരാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് ചില്ലറക്കാരൊന്നല്ല. അയാളായാലും ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില്ലൻ ഒരു വിദേശ നടനാവാനുള്ള സാധ്യത ഉണ്ട് സിനിമയുടെ സ്കെയിൽ വെച്ചിട്ട്. അതെ. കേരളത്തിലത്തെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഒക്കെ കടന്നിട്ടുള്ള ഒരു വില്ലനൊന്നും ആയിരിക്കും. ഒരു ഇന്റർനാഷണൽ ഫസ്റ്റ് സിനിമയിൽ തന്നെ നമ്മള് റഷ്യൻ മോബിന് ഡ്രഗ് കാർട്ടൽസിനൊക്കെ കൊടുക്കുന്ന സ്ഥിതിക്ക് രണ്ടാമത്തെ ഇയാൾ നമ്മുടെ ഫസ്റ്റ് സിനിമ നോക്കുമ്പോ തന്നെ ഓരോന്ന് നമ്മള് സ്റ്റീഫൻ എലിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇയാളുടെ മുകളിൽ ഇനിയൊന്നും ഇല്ല പറഞ്ഞ നിർത്തണത്. ഈ സിനിമ തുടങ്ങുമ്പോ നമുക്ക് ഇയാളുടെ മുകളിൽ വില്ലനെ കിട്ടണം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസെക്കിയേലിന്റെ വാക്യം ബൈബിളിൽ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആ ഒരേ ഒരു രാജാവ് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് അവസാന വാക്ക്. കാരണം ഒബ്രോയനെ ക്ലൈമാക്സില് ലാലേട്ടൻ അവിടെ കാണുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പുള്ളി അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പറയുമ്പോ അതായത് ഈ സയ്യിദ് മസൂദ് ഗ്യാങ് എന്ന് പറഞ്ഞ പറ്റുന്ന ആൾക്കാരല്ലാന്ന് മറ്റേ ഇയാള് പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അണ്ടറിലുള്ള ആളാണ്. കാരണം ആ ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവരെ ആവശ്യം സ്റ്റീഫനെ വിട്ടേക്കെന്ന് പറയുമ്പോ സ്റ്റീഫനെ വെക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ അത്ര വലിയൊരു എന്താ പറയാ അധിപൻ ഇയാളുടെ മുകളിൽ ഇനി വേറൊരാളില്ല. ഇത് പറഞ്ഞപ്പോഴോ എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ. എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും ചെറിയ ആളും രാജാവിനേക്കാൾ വലിയ ആളും. ഒരു അധിപൻ, എല്ലാം ഒരു ഭരിക്കുന്ന ഒരു വലിയ ആള്. പിന്നെ നമ്മുടെ രാജുവേട്ടന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ട് പുള്ളിക്കാരൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. പുള്ളിന് പറയണ്ടായി ഈ സിനിമ നിർത്തിയത് ഇങ്ങനെയാണ്, പക്ഷെ അയാളുടെ മുകളിൽ ഒരാൾ ഉണ്ടാവും എന്ന് വെച്ച് നിർത്തിയത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. അയാളുടെ മുകളിൽ ഒരാളുണ്ടാവും. പിന്നെ അയാൾക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, ഇത് 26 വർഷത്തെ കഥ പറയാനുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ സിനിമയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഇപ്പൊ 3 പാർട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ നന്മയിൽ ഇപ്പൊ അങ്ങനെ ഒരാൾ ആർക്കും അങ്ങനെ ഒരു നായകന്റെ തിന്മ ആൾക്കാർ ഇപ്പൊ സ്വീകരിക്കുന്നുണ്ട്, കുറച്ചും കൂടി അധികം സ്വീകരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നായകൻ സൽഗുണ സമ്പന്നനും വില്ലൻ ഭയങ്കര മോശമായിട്ടുള്ള ആള് എന്നുള്ള തരത്തിൽ നിന്നൊക്കെ ആവശ്യം ഇയാൾക്കും ഇയാളാതായിട്ടുള്ള ഫ്ലോകളുണ്ട്. ചെറിയ ആരാണ് വലുത് എന്നുള്ള സംശയം, അല്ലാണ്ട് ആരും നല്ലവരില്ല എന്നുള്ള പറഞ്ഞാല്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോശം ആൾക്കാരിൽ ഒരു നല്ല ആളാണ് ഇയാള്. അയാളുടെ ലീഗിലാണെന്നുണ്ടെങ്കിലും അയാള് കുറച്ച് നല്ല ആളാണ്. പിള്ളേരെ നോക്കുന്നുണ്ട്, സംഗതികളൊക്കെ.
അതിന്റെ സംഗതികളൊക്കെ വരാൻ പോകണം. അതെ, അതെ. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് ഒരുപാട് ഇപ്പൊ എന്താ ഇപ്പൊ അതെ, അതെ. കാര്യമൊക്കെ പറയുന്നത് അതെ, അതെ. ആലോചിക്കുമ്പോ നമ്മുടെ ഈ സിനിമയുടെ ലൂസിഫർ ലാസ്റ്റ് പടക്കെ കഴിഞ്ഞ ശേഷം ടൈറ്റിൽ കാണിക്കുമ്പോ കുറച്ച് ന്യൂസിന്റെ സാധനങ്ങൾ അപ്പൊ ഇങ്ങനെ KA ഖുറേഷി അബ്രാം അപ്പൊ നമുക്ക് കാണുമ്പോ എന്തോ ഒന്നാമത്തെ ആയിരുന്നു സംഭവം അറിയും. നമ്മുടെ ഇവിടെ പലരും അബ്രഹാം ഖുറേഷി എന്ന് പറയണത് പലർക്കും പ്രൊനൗൺസ് പോലും കിട്ടിയിട്ടില്ല. അപ്പോ എന്തോ വലുത് ഇപ്പൊ ഇലുമിനേറ്റഡ് കാര്യം ആ ന്യൂസ് കട്ട് കാണിക്കുന്നുണ്ട്, ഇയാൾ ഇലുമിനേറ്റഡ് ആളാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോ ഈ വീഡിയോ വിടുന്നതിലൊക്കെ ഈ ത്രികോണം അതെ, പിന്നെ ഇന്നിപ്പോ വന്ന ഒരു പോസ്റ്ററിൽ അതെ. എത്ര 2 മണിക്കൂർ മുമ്പ് വന്ന പോസ്റ്ററിൽ ത്രികോണ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയാ, ഇപ്പോ ഇത്രയധികം മൊത്തത്തിൽ ക്രൈസിസുകൾ വന്നിട്ട് സിനിമ റിലീസ് ആവുമോ റിലീസ് ആവില്ല അതെ, അതെ, അതെ. ലൈക്കയുടെ കാര്യത്തിൽ അതെ, confusion. ലൈക്ക് അവര് പിന്മാറുകയാണെന്നുള്ളത്. ഇപ്പൊ കുറച്ച് മുന്നേ വരെ പല ന്യൂസ് ചാനൽസും ലൈവായി പിന്മാറി, അവര് വിത്ത് കണക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 80 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രീഗോകുലം അതെ, അതെ. ഗോകുലം പോലെ പ്രൊജക്ട് വരുന്നത് ഈ പ്രൊജക്ടിന്റെ സ്കെയില് അതെ, അതെ. ഇത്രത്തോളം ഉണ്ട് എന്നും കൂടി നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. എത്ര 3 വലിയ പ്രൊഡക്ഷൻ, ആശീർവാദ്, ഗോകുലം ഗോപാൽ, ലൈക്ക പ്രൊഡക്ഷൻസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ 27 തന്നെ എത്തുന്നുള്ള കാര്യം ഉറപ്പ്. അതെ, ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇന്നലെ രാത്രി ഒരു അർദ്ധരാത്രിയായിട്ട് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ ഒരു കോട്ട് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ചേർത്താൻ നമ്മളെ തെരഞ്ഞു വരിക. ഡെൻസിൽ വാഷിംഗ്ടൺ അതെ, അതെ. കോട്ടാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്നുണ്ട് ആള്, അതെ, അതെ, അതെ. നമ്മൾ തയ്യാറായിരുന്നാൽ മതി ആളെ കാണാന്നുള്ളതാണ്.